ഏത് ക്ലാസ്സിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതാണ്ട് ഫോർത്തോ ഫിഫ്ത്തിലൊക്കെ ആയിരിക്കും. എൻ്റെ വീട്ടിൽ ഒരു വിസിഡി പ്ലെയർ വാങ്ങി. അതായത് വിസിഡി മാത്രം പ്ലേ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ മോഡൽ വിസിഡി പ്ലെയർ. അപ്പോൾ അന്ന് അത് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5 സിനിമ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടി. അങ്ങനെ കിട്ടിയ ആ സിനിമകളിൽ ഒന്നായിരുന്നു മാട്രിക്സ്. അങ്ങനെ ചെറുപ്പം തൊട്ടേ ഞാൻ മാട്രിക്സ് ഒരു 100 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. ഈ 100 തവണ എന്ന് പറയുമ്പോൾ എക്സാജറേറ്റഡ് ആയിട്ട് തോന്നാമെങ്കിലും അതിൽ കൂടുതലായിരിക്കും യഥാർത്ഥത്തിൽ കൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ആദ്യത്തിൽ മാട്രിക്സ് കാണുമ്പോൾ അതിലെ ആക്ഷൻ പീസസ് മാത്രം കാണാനാണ് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അതിലെ പ്ലോട്ടോ അതിന്റെ തീമോ അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ തവണ കണ്ടതിന് ശേഷമാണ് ഗ്രാജുവലി എനിക്ക് അതിന്റെ തീമിനെ കുറിച്ചും പ്ലോട്ടിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. മാട്രിക്സ് സിനിമ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിന്റെ പ്ലോട്ട് ഏകദേശം ഇങ്ങനെയാണ്. അതായത് 21st സെഞ്ചുറിയുടെ തുടക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ് ആ സിനിമയിൽ ഉപയോഗിക്കുന്ന വാക്ക്. AI എന്ന വാക്ക് ആ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയ മെഷീൻസും മനുഷ്യരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും ആ കോൺഫ്ലിക്റ്റിൽ ലോകം നശിക്കുകയും അതിൽ വിജയിച്ച മെഷീൻസ് മനുഷ്യരെ ഒരു സിമുലേറ്റഡ് വേൾഡിൽ തളച്ചിടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സിമുലേറ്റഡ് വേൾഡിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇപ്പോഴും കാലം കടന്നു പോയതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അവരിപ്പോഴും 90s ഒരു പ്രൈമിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഇതിന് പുറത്തൊരു റിയൽ വേൾഡ് ഉണ്ടെന്നോ അവരൊരു പ്രോഗ്രാമിന്റെ ഉള്ളിലാണോ ജീവിക്കുന്നതെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ കുറച്ച് മനുഷ്യർ ഈ റിയൽ വേൾഡിനെ കുറിച്ച് അറിയുകയും അങ്ങനെ അവർ വെർച്വൽ വേൾഡിൽ നിന്ന് ചില ആൾക്കാരെ റിയൽ വേൾഡിൽ എത്തിക്കുകയും അവർ മെഷീൻസിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രമൈസ്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഫിലോസഫി 101 എന്നുള്ളൊരു പുസ്തകം വായിക്കുമ്പോഴാണ് അതിലിങ്ങനെ ഒരു സെന്റൻസ് കാണുന്നത്. ഇമാജിൻ ഒരു പറ്റം മനുഷ്യരെ അവരുടെ ചെറുപ്പം തൊട്ടേ ഒരു ഗുഹക്കുള്ളിൽ ചങ്ങല കിട്ടിയിരിക്കുകയാണ്. അവരുടെ പിറകിലായിട്ടൊരു ഫയർ ഉണ്ട്, അതിന് മുന്നിലായിട്ടൊരു റോഡും ഉണ്ട്. ഈ റോഡിലൂടെ പോകുന്ന മനുഷ്യരും വസ്തുക്കളും അതിന്റെ ഷാഡോസ് ആണ് ഇവർ ആകെ കാണുന്നത്. ഇവർക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം അതാണ്. അപ്പൊ ഇവർ കാണുന്ന ഈ ഷാഡോസ് ആണ് യഥാർത്ഥത്തിൽ ഇവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. അതിന് പിന്നിലുള്ള ഒബ്ജക്ട്സിനെ കുറിച്ച് അവർക്കറിയില്ല. പക്ഷെ സംഭവം ഇതിലൊരു പ്രിസണർ പുറത്തെത്തുകയും അയാൾ റിയൽ വേൾഡ് കാണുകയും റിയൽ വേൾഡിൽ ഇങ്ങനെയൊക്കെയാണ് ഒബ്ജക്ട്സ്, അതിന്റെ ഒരു ഷാഡോയോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ മാത്രമാണ് ഗുഹയ്ക്കുള്ളിലെ മനുഷ്യർ കാണുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കിയ അയാൾ ചെന്ന് ഈ വ്യക്തികളോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ അതിനെ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുക. ഇതാണ് പ്ലേറ്റോസ് അലിഗറി ഓഫ് കേവ്. ഏതാണ്ട് ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മലയാള സിനിമയിൽ രാജീവ് അഞ്ചലിലെ ഗുരു എന്ന സിനിമയിലും നമ്മൾ കാണുന്നത്.